ഹലോ. അംബാനിയുടെ മകൻ്റെ വിവാഹമാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അപ്പോൾ അതിനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കമൻറ്റുകൾ വായിക്കാനിടയായി. സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ച തന്നെയാണ് ഈ വിവാഹം. അപ്പോൾ ഏതാണ്ട് മാസങ്ങളോളം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ മുഴുവൻ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ അംബാനിയുടെ മകൻ്റെ കല്യാണം. അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ കുറഞ്ഞൊരു ഭാഗം ചെലവിട്ട് നടത്തിയ വിവാഹം മറ്റുള്ളവർക്ക് അത് ആഡംബരമായി തോന്നാം. പലരും ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് അവർക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെ, അല്ലെങ്കിൽ ഇത്രയധികം ആഡംബരത്തോടെ വിവാഹം നടത്തേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കാര്യം എന്തൊക്കെയാണെങ്കിലും ഇത് ഒരു ചിന്തോദ്ദീപകമായ കാര്യം തന്നെയാണ്. ഒരുപാട് ദരിദ്രർ താമസിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇങ്ങനെ വിവാഹ ആഡംബരം നടത്തുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷെ മറ്റൊന്ന്, നമ്മൾ എന്തുകൊണ്ട് സമ്പന്നരാകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും തങ്ങളിപ്പോൾ നിലനിൽക്കുന്ന ആ രീതിയിൽ തന്നെ തുടരുകയാണ്. തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ചെയ്യാതെ ധാരാളിത്തത്തിൽ ജീവിച്ച്, പ്രത്യേകിച്ച് ഈ അംബാനിയുടെയൊക്കെ വിവാഹം കാണുമ്പോൾ അതുപോലുള്ളത് നടത്താൻ ശ്രമിക്കുക. അതുപോലുള്ളതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിൻ്റെ അടുത്ത് മറ്റൊരാൾ ഒരു വലിയ വീട് വെക്കുമ്പോഴേക്കും നമ്മൾ അതിനേക്കാൾ വലിയ വീട് ലോൺ എടുത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതുപോലെ ഒരു വിവാഹം കാണുമ്പോൾ അതിനേക്കാൾ വലിയ വിവാഹം നടത്താൻ നമ്മൾ ശ്രമിക്കുന്നു. അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവരുടെ രീതികളോ ഒന്നും അറിയാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, മറ്റുള്ളവരുടെ രീതികൾ അനുകരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ്. അവരവരുടെ ധനത്തിൻ്റെ കുറഞ്ഞൊരു ഭാഗം ചെലവിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവർക്കതിനുള്ള വരുമാനമുണ്ട്. നമുക്കും വരുമാനം നേടാൻ ശ്രമിക്കുക, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരെ പഴിചാരാതെ, അല്ലെങ്കിൽ അവരുടെ വിവാഹം നോക്കി നിൽക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരാൾക്ക് ആഡംബരമായത് മറ്റൊരാൾക്ക് അത്യാവശ്യമായിരിക്കും. ഒരാൾക്ക് അത്യാവശ്യമുള്ളത് മറ്റൊരാൾക്ക് ആഡംബരമായി തീരാം. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് സാമ്പത്തിക മാർഗങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ശ്രമിക്കുക. ഉള്ള സമയം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അവഹേളിച്ചും സമയം പാഴാക്കാതെ ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളും സാമ്പത്തിക ഭദ്രത ഉള്ളവരായി തീരാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.